ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വിശുദ്ധ കുർബാനയിലേക്കുള്ള വഴി തുറക്കുന്ന കാഴ്ചപ്പാടുകൾ നമുക്ക് നൽകുന്നതാണ്. കർത്താവിൻ്റെ ജീവിത ദൗത്യം എന്നെന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ അവിടുന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. അവിടുന്ന് പറയുകയാണ്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. വിശക്കുന്നതിനെ സംബന്ധിച്ചോളം അപ്പം ലഭിക്കുന്നതാണ് സദ്വാർത്ത. ആത്മാവിൽ വിശുദ്ധ കുർബാനയ്ക്കായി വിശക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ ജനം ഭൗതികമായ വിശപ്പും ഭൗതികമായ അപ്പം ലഭിക്കുന്ന സാങ്കത്യവും ഒക്കെയും വിട്ടിട്ട് കർത്താവിനെ ഉപേക്ഷിച്ച് പോകുന്നതായിട്ട് നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. കാരണം ശരീരത്തിൽ ആരംഭിച്ചിട്ട് ആത്മാവിലേക്ക് ഉയരാൻ കഴിയാത്തവർക്കാണ് കുറേ കഴിയുമ്പോൾ കർത്താവ് വിരസമായ ഒരു അനുഭവമായിട്ട് മാറുന്നതും അവനെ ഉപേക്ഷിച്ച് പോകുവാനായിട്ട് ഇടയാകുന്നതും. യോഹന്നാൻ 6:27 പറയുന്നുണ്ട്, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. ദൈവം ആത്മാവാണ്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്നുള്ള വേദവചനത്തിന് അടിവരയിട്ടുകൊണ്ടാണ് നമ്മളോട് ഇത് പറയുന്നത്. ദൈവം ആത്മാവാണ്, ആത്മാവിൻ്റെ ഭക്ഷണം വിശുദ്ധ കുർബാനയാണ്. അവിശുദ്ധ കുർബാനയിലേക്ക് വളരാൻ പറയുമ്പോൾ അവിടെ യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ ഭൂരിപക്ഷം പേരും അവനെ വിട്ടുപോയതായിട്ട് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. കാരണം ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് നീങ്ങുവാനാണ് ലോകത്തെ കാണുന്ന മനുഷ്യർ എല്ലാം ആഗ്രഹിക്കുന്നത്. അതായത് ലോകത്തിൻ്റെ സൗകര്യങ്ങളുടെ ചെകിളപ്പൂക്കളിലൂടെ ശ്വസിക്കുവാനും ജീവൻ നിലനിർത്താനും ശ്രമിച്ച് ഒടുവിൽ മരണപ്പെട്ടു പോകുന്ന മനുഷ്യരാണ്. മറിച്ച് ആത്മാവിനെ ശ്വസിക്കുമ്പോൾ ചെകിളപ്പൂക്കൾ മാറ്റിവെച്ചിട്ട് ആത്മാവിനെ ദൈവമക്കളുടെ സാന്നിധ്യത്തോടെ ശ്വസിക്കുന്നവരാണ് സ്വർഗഭാഗ്യം പ്രാപിക്കുന്നത്. ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടമായാൽ സർവ്വവും നഷ്ടമായി എന്നുള്ള വചനങ്ങളുടെ സാങ്കത്യം ആത്മീയ മനുഷ്യനാണ് എപ്പോഴും മനസ്സിലാക്കി എടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ ശരീരത്തിൽ ആരംഭിച്ചിട്ട് ആത്മാവിലേക്ക് വളരാൻ നമ്മുടെ കഴിവുകൊണ്ട് നമുക്ക് കഴിയില്ല. കാരണം നമ്മൾ ബലഹീനരായ മനുഷ്യരാണ്. ഈ ബലഹീനതകൾ നമ്മളെ ആത്മാവ് സഹായിക്കുന്നുവെന്ന് റോമാലേഖനം 8:26 നമ്മളോട് പറയുന്നുണ്ട്. ഇവിടെ കർത്താവിൻ്റെ ആത്മാവ്, ജീവൻ നൽകുന്ന ആത്മാവ്, അത് ദൈവരാജ്യത്തെപ്പറ്റി അവരോട് സംസാരിക്കുകയാണ്. കർത്താവ് ആത്മാവിൽ ആരംഭിക്കുവാനായിട്ടുള്ള, ആത്മാവിൽ വളരുവാനായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി അവർക്ക് പറയുന്നു. ആ സമയത്ത് ശിഷ്യന്മാർ ശ്രദ്ധിക്കുന്നത് ആ ഒരു പ്രസംഗത്തിൻ്റെ തലങ്ങളിൽ നിൽക്കുക മാത്രമല്ല, അവരെ ഓരോരുത്തരെയും ശ്രദ്ധിക്കുവാനും അതോടൊപ്പം തന്നെ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളെപ്പറ്റി ചിന്തിക്കുവാനും ഈ ജനത്തിനെ അവർ സംഘാടകരായിട്ട് അവിടെ നിൽക്കുകയാണ്. പലപ്പോഴും സംഘാടകർ വേണ്ട രീതിയിൽ ദൈവത്തിൻ്റെ വചനങ്ങളെ അറിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. സംഘാടകർ പലപ്പോഴും സംഘാടനാ പാടവത്തിൽ കേന്ദ്രീകരിച്ച് നിൽക്കപ്പെടുമ്പോൾ കർത്താവിൻ്റെ പാദപാഠത്തിലിരുന്ന മറിയത്തെ പോലെ വചനം കേൾക്കുവാനായിട്ട് അവർക്ക് പലപ്പോഴും ശ്രദ്ധ കുറവായിരിക്കും. അവർ പകൽ അസ്തമിച്ച് തുടങ്ങിയപ്പോൾ ശിഷ്യർ പറയുകയാണ് അവർക്ക് രാപാർക്കുവാനും ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കുവാനായിട്ടും അവരെ പറഞ്ഞയക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഞാൻ ഇതുവരെയും പറഞ്ഞത് ഇനി നിങ്ങൾ പ്രവൃത്തിയിലാക്കേണ്ടത് നിങ്ങളാണ്, ശിഷ്യന്മാരാണ് അത് പ്രവൃത്തിയിലാക്കേണ്ടത്. കാരണം ദരിദ്രരെ സുവിശേഷം അറിയിക്കുന്നവനാണ് ഞാൻ. ഇതുവരെയും പറഞ്ഞത് ദരിദ്രമുള്ള സുവിശേഷമാണ്. ഇനിയും ആ സുവിശേഷം പ്രവൃത്തിയിലൂടെ നിങ്ങൾ കാണിക്കണം. അതെങ്ങനെയെന്നോ, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. ശിഷ്യന്മാരാകെ നടുങ്ങി. അവർ തങ്ങളുടെ പരിമിതിയെ അവിടെ ഏറ്റുപറയുകയാണ്. ഞങ്ങളുടെ ഇടയിൽ, ഞങ്ങളുടെ അരികിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 അപ്പവും 2 മീനുകളും മാത്രമേ ഞങ്ങളുടെ കൈകളിലുള്ളൂ. അപ്പോൾ ഓർക്കേണ്ടത്, നമ്മുടെ അസാധ്യതകളിൽ സാധ്യത ഒരുക്കുന്ന ദൈവമാണ് നമുക്കുള്ളത്. അവിടെ 5000 പുരുഷന്മാർ എന്ന് പറയുമ്പോൾ, ആ എണ്ണം പറയുമ്പോൾ അതിൻ്റെ ഇരട്ടിയോ 3 ഇരട്ടിയോ 4 ഇരട്ടിയോ സ്ത്രീകളുണ്ടാകാം, അത്ര തന്നെ കുട്ടികളും ഉണ്ടാകും. അപ്പോൾ 5000ത്തിലേക്ക് ലിമിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു വലിയ ജനാവലിക്കാണ് ഭക്ഷണം നൽകുവാൻ ശിഷ്യന്മാരോട് പറയുന്നത്. അവർ ഈ സമയത്ത് ദൈവത്തിൻ്റെ സാധ്യത തിരിച്ചറിയുവാനായിട്ട് അവരുടെ ഹൃദയം ഒരുങ്ങുകയാണ്. ഇതുവരെയും അവർ സംഘാടകരായി നിന്നുവെങ്കിൽ ഇപ്പോൾ ദൈവം സംഘാടകനായിട്ട് മാറുകയാണ്. അവരുടെ ജീവിതം കൂടെ ചേർത്ത് വെച്ച് സംഘാടനത്തിൻ്റെ ആ ഒരു മികവ് ദൈവമികവിലോളം ഒന്നിലും എത്തത്തില്ല എന്നുള്ള ചിന്ത ദൈവം കൊടുക്കുകയാണ്. അവരുടെ ആ കൈകളിൽ നിന്ന് വാങ്ങിയതിനെ ദൈവം വിലമതിക്കുന്നു. ആ നന്മയെ ദൈവം ഉയർത്തിയത് പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത തരത്തിലാണ്. ദൈവത്തിന് ശൂന്യതയിൽ നിന്ന് പോലും അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. പക്ഷേ ദൈവം എന്തുകൊണ്ട് ഇവരിൽ നിന്ന് ഈ 5 അപ്പം വാങ്ങിച്ചു എന്നുള്ളത് ശ്രദ്ധേയമായൊരു കാര്യമാണ്. ദൈവത്തിന്
അവർ കൊടുത്തില്ലെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടറിയാം. അത് തിബേരിയസ് കടൽത്തീരത്ത് ഉത്ഥിതനായ കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ ശിഷ്യന്മാർ വള്ളം തുഴഞ്ഞ് അവിടേക്ക് വരുമ്പോൾ പത്രോസ് അതിനു മുമ്പേ കടന്നു വരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള പ്രാതൽ കർത്താവ് ഒരുക്കിയിരുന്നു എന്നാണ് വേദോസം പറയുന്നത്. അതിനുശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ട് വന്ന കുറേ മീനോടെ കൊണ്ടുവരാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കർത്താവിന് ആവശ്യമില്ലെങ്കിലും മനുഷ്യൻ്റെ സഹകരണത്തെ ദൈവം സുവിശേഷമായിട്ട് എടുക്കുന്നു. അതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവപ്രവൃത്തികളോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ സുവിശേഷ പ്രവർത്തനത്തിൽ പങ്കുകാരാകണം. സുവിശേഷ പ്രവർത്തനത്തിൽ ഒരാൾ പങ്കുകാരനായി കഴിയുമ്പോൾ നമ്മുടെ പ്രവർത്തനത്തിൽ കൂടെ ദൈവത്തിലുള്ള നമ്മുടെ ആഴമായ വിശ്വാസമാണ് വെളിപ്പെടുത്തുന്നത്. അത് നമുക്ക് അനുഗ്രഹമായിട്ട് മാറാനായിട്ട് ഇടയാകുന്നു. നമ്മൾ കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ നല്ല ചെയ്യുന്നുണ്ട്. എൻ്റെ വചനത്തെ ഏറ്റുപറയുന്നവനെ ഞാനും ദൈവദൂതന്മാരുടെ മുമ്പിൽ ഏറ്റുപറയും. ഇവിടെ 5 അപ്പം കൊണ്ട് ഈ പാവപ്പെട്ട മനുഷ്യരുടെ വിശപ്പടക്കുവാനായി ശിഷ്യന്മാർ യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ ഭാഗമായിട്ട് മാറുവാൻ ദൈവം അവസരം കൊടുത്തപ്പോൾ അവരുടെ ജീവിതയാത്രയിൽ അവർ 12 ഗോത്രങ്ങളെ വിധിക്കുന്നവരായിട്ട് മാറുന്നുവെന്ന് ദിവസം പറയുന്നുണ്ട്. ഈ അപ്പം അതെല്ലാം ശേഖരിച്ച് കഴിയുമ്പോൾ അവർക്ക് 12 പേർക്ക് ചുമ്മാനുള്ള വക അവിടുന്ന് ഈ അപ്പക്കുട്ടകളിൽ ശേഖരിക്കുന്നുവെന്ന് ദിവസം നമ്മളോട് പറയുന്നുണ്ട്. അവിടുന്ന് ഒരുക്കിയ അപ്പം 12 കുട്ടികളെ ശിഷ്യന്മാർ ചുമന്നായിട്ട് കാണുന്നുണ്ട്. ഒരു 5 അപ്പം കൊടുത്തവർ ഏറ്റവും അവസാനം ഒരു അത്ഭുതത്തെ തലയിൽ ചുമ്മിക്കൊണ്ട് നടക്കുകയും അത് ദൈവത്തിൻ്റെ മുമ്പിൽ അനുഗ്രഹമായി മാറി സ്വകരാജ്യത്തിലായിരുന്നുകൊണ്ട് നമുക്ക് മുമ്പിൽ അവരുടെ അത്ഭുത പ്രവൃത്തികളും അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്ന് വാങ്ങി നൽകുവാനും തക്കവണ്ണം ദൈവം അവരെ നമ്മുടെ മുമ്പിൽ സുവിശേഷത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റി. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതയാത്രയിൽ നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ ഒന്നുമില്ലേ, ഞാൻ ദരിദ്രനാണ് എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ ദൈവം നമ്മളോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ കയ്യിൽ എന്തുണ്ട്? മോശയെ സംബന്ധിച്ചോളം അവന് ചെങ്കടലിലേക്ക് നോക്കി പിന്നിൽ അലറുന്ന ഫറവോയുടെ സൈന്യത്തെ നോക്കി അവിടെ വിറച്ചു നിൽക്കുമ്പോൾ കർത്താവ് ചോദിക്കുന്നുണ്ട്, നിൻ്റെ കയ്യിൽ എന്തുണ്ട്? നിൻ്റെ കയ്യിൽ ഞാൻ തന്നൊരു വടിയുണ്ട്, ആ വടി കൊണ്ട് നീ വെള്ളത്തെ പിളർത്തുക എന്ന് പറയുന്നുണ്ട്. നമ്മളിൽ നൽകിയിട്ടുള്ള ദൈവം നൽകിയിട്ടുള്ള ഓരോ ചെറിയ സാധ്യതയും ദൈവം തമ്പുരാന് കൽപ്പിക്കുന്നതനുസരിച്ച് വചനമനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ പറഞ്ഞാലാരും വിശ്വസിക്കാത്ത, കേട്ടാലാരും വിശ്വസിക്കാത്ത രീതിയിലുള്ള പ്രവൃത്തി ചെയ്യുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവം മതിയായവനാണ്. അവന് നമ്മുടെ ജീവിതയാത്രയെ നീതിമാന്മാരുടെ മേലും നീതിയുടെ മേലും മഴയും വെയിലും പൊഴിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യം സുവിശേഷമായ സർവ്വയിലേക്ക് എത്തിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മെ ഏറ്റുപറയുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് സുഖരാജ്യത്തിൽ ലഭിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.